Rubiaceae. Rubiaceae madder family എന്നും അറിയപ്പെടുന്നുണ്ട്. അതിന്റെ സിസ്റ്റമാറ്റിക് പൊസിഷൻ ആണ് ക്ലാസ് ഡൈക്കോട്ടിലിഡൻസ്, സബ് ക്ലാസ് ഗാമോപെറ്റാലെ, സീരീസ് ഇൻഫെറെ, ഓർഡർ റൂബിയൽസ്, ഫാമിലി റുബിയേസിയെ. ഈ ഫാമിലിയിൽ around 380 ജനീറ, 4600 സ്പീഷീസ് ഉണ്ട്. ഇത് കൂടുതലും ട്രോപ്പിക്സിലാണ് നന്നായിട്ട് കാണുന്നത്. ടെമ്പറേറ്റ് റീജിയൻസിലും ട്രോപ്പിക്കൽ റീജിയൻസിലും അല്ലാതെ ടെമ്പറേറ്റ് റീജിയൻസിലും കാണുന്നുണ്ട്. പ്ലാന്റ്സ് ലൈക്ക് ഗോൾഡൻ ലാൻഡിയ, ഗാലിയം ഒക്കെ ടെമ്പറേറ്റ് റീജിയൻസിലും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. മീസോഫൈറ്റ്സ് ആണ് മോസ്റ്റ്ലി. റാൻഡിയ എന്ന് പറയുന്ന പ്ലാന്റ് സീറോഫൈറ്റ് ആണ്. ഡയഗ്നോസ്റ്റിക് ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ലീവ്സ് ആയിരിക്കും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. ഓപ്പോസിറ്റ് ഡെക്കസെറ്റ് എന്നൊക്കെ പറയുന്ന അറേഞ്ച്മെന്റ് കാണാനായിട്ട് പറ്റും. ചില സമയത്ത് വേൾഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റും കാണാനായിട്ട് പറ്റും. വിത്ത് ഇന്റർപീറ്റിയോളാർ സ്റ്റിപ്യൂൾസ് അല്ലെങ്കിൽ ഇൻട്രാപീറ്റിയോളാർ സ്റ്റിപ്യൂൾസ്. ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ആണ്. ദ പ്രസൻസ് ഓഫ് ഇന്റർ ഓർ ഇൻട്രാപീറ്റിയോളാർ സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത് ഈ റുബിയേസിയെ എന്ന് പറയുന്ന ഫാമിലിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. ഇൻഫ്ലോറസൻസ് സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സൈമോസ് പാനിക്കിൾസ് ആയിട്ടും കാണാനായിട്ട് പറ്റും. ഫ്ലവേഴ്സ് ടെട്ര ഓർ പെന്റാമിറസ്, വിച്ച് ആർ ബൈസെക്ഷുവൽ, വിച്ച് ആർ റെഗുലർ ആൻഡ് എപ്പിഗൈനസ്. കൊറോള ട്യൂബ്യുലാർ ആയിട്ടുള്ള കൊറോള കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കൊറോളയുടെ വേറെയും കുറെ അറേഞ്ച്മെന്റ് ഉണ്ട്, അതൊക്കെ ഇവിടെ കാണുന്നുണ്ട്. റൊട്ടേറ്റ് ആയിട്ടുള്ള കൊറോള അല്ലെങ്കിൽ ഫണൽ ഷേപ്ഡ് കൊറോള, ഇതൊക്കെയും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ലോബ്സ് വാൽവേറ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ സ്റ്റേമൻസ് നോക്കുകയാണെങ്കിൽ സിമിലർലി 4 to 5, 4 അല്ലെങ്കിൽ 5 ആയിരിക്കും. പെന്റാമിറസ് അല്ലെങ്കിൽ ടെട്രാമിറസ് ആണോ ഫ്ലവറിനനുസരിച്ചിട്ട് 4 അല്ലെങ്കിൽ 5 സ്റ്റേമൻസ് കാണാൻ പറ്റും. ഇൻസേർട്ടഡ് കൊറോള ട്യൂബിൽ ഇൻസേർട്ടഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് കാണുന്നത്. ആൻഡ് ദേ ഓൾട്ടർനേറ്റ് വിത്ത് ദി കൊറോള ലോബ്സ്. കൊറോള ലോബിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും സ്റ്റേമൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. കാർപ്പസ് 2 എണ്ണം ആണ്. ബൈകാർപ്പലറി എന്നുള്ള കണ്ടീഷനാണ് ജനറലി കാണുക. സിൻകാർപ്പസ് ആയിരിക്കും. ഇൻഫീരിയർ ഓവറി ആണ്. അതിനകത്ത് 1 or many ഒവ്യൂൾസ് കാണാൻ പറ്റും. ഒവ്യൂൾസ് ആക്സൈൽ പ്ലാസന്റേഷനിലാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ഫ്രൂട്ട് ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ബെറി എന്ന് പറയുന്ന ഫ്രൂട്ടാണ് കാണുന്നത്. സ്റ്റിപ്യൂളിന്റെ അറേഞ്ച്മെന്റിന്റെ ചിത്രമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇന്റർപീറ്റിയോളാർ അല്ലെങ്കിൽ ഇൻട്രാപീറ്റിയോളാർ. ഈ അവസാനത്തെ 2 ചിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ചിത്രമാണ്. ഇങ്ങനത്തെ അറേഞ്ച്മെന്റിൽ സ്റ്റിപ്യൂൾസ് കാണാം. ഈ ചെറിയ സാധനമാണ് സ്റ്റിപ്യൂള്. ഇത് ലീഫ്. അപ്പൊ ലീഫിന്റെ ബേസിലായിട്ട് സ്റ്റിപ്യൂൾ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റും. അത് എവിടെയാണ്, സ്റ്റെമ്മിന്റെയും ലീഫിന്റെയും ഇടയിലാണോ, 2 ലീഫുകളുടെ ഇടയിലായിട്ടാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പൊ അതിന്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കോമൺ ആയിട്ട് ഈ ഫാമിലിയിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് പ്ലാന്റ്സിന്റെ പിക്ചേഴ്സ് ആണ്. ഇത് ഹെമീലിയ പാറ്റൻസ് എന്ന് പറയുന്ന ഈ ഫാമിലിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതിന്റെ ഫ്ലവറിന്റെ എൽഎസും ഫ്ലോറൽ ഡയഗ്രാമും ഒക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് ഒക്കെ ഉണ്ട്. അതിനുള്ള എക്സാമ്പിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെർബ്സ്, സാധാരണ ഹെർബ്സ് ഉണ്ട്, ക്രീപ്പിംഗ് ഹെർബ്സ് ഉണ്ട്, ക്ലൈംബിംഗ് ഹെർബ്സ് ഉണ്ട്. ഇതുപോലാതെ ഷ്രബ്സും ട്രീസും ഒക്കെ ഇവിടെ ഉണ്ട്. റൂട്ട്സ് ടാപ്പ് റൂട്ട് ആണ്. അതുപോലെ ദേശോ അസോസിയേഷൻ വിത്ത് ആൻസ്, മിർമിക്കോഫിലി എന്ന് പറയുന്ന കണ്ടീഷൻ കാണിക്കുന്ന പ്ലാന്റ്സും ഈ ഗ്രൂപ്പിനകത്തുണ്ട്. സ്റ്റെം എറക്റ്റ് ആയിട്ടുള്ള സ്റ്റെംസ്, ട്വൈനിങ് ആയിട്ടുള്ള സ്റ്റെംസ് ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. സ്റ്റെംസിൽ സ്പൈൻസ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. ചില പ്ലാന്റ്സിൽ സ്പൈനി സ്ട്രക്ചേഴ്സ് ഉണ്ട്. ചിലത് വെറും സ്പൈൻസ് മാത്രമേ ഉള്ളൂ, അങ്ങനെ കാര്യമായിട്ട് കുത്തലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ശരിക്കും പ്രിക്ലി ആയിട്ട് ശരിക്കും നമ്മളെ കുത്തുന്ന തരത്തിലുള്ള മുള്ളുകളുള്ള പ്ലാന്റ് ആണ് കാൻതിയം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിനകത്ത് വരുന്നത്. ലീവ്സ് സിമ്പിൾ ആയിട്ടുള്ള ലീവ്സ് ആയിരിക്കും. അറേഞ്ച്മെന്റ് ഓപ്പോസിറ്റ് ഡെക്കസെറ്റ് അറേഞ്ച്മെന്റ് ആണ്, അല്ലെങ്കിൽ വേൾഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആയിരിക്കും. സ്റ്റിപ്യൂൾസ് പ്രസന്റ് ആണ്. നമ്മൾ പറഞ്ഞ സ്റ്റിപ്യൂളിന്റെ ക്യാരക്ടർ ഈ ഫാമിലിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ലീഫ് എൻറ്റയർ ആയിട്ടുള്ള ലീഫ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ മാർജിൻ സ്ലൈറ്റ്ലി ടൂത്ത്ഡ് ആയിട്ടുള്ള ലീവ്സും കാണാനായിട്ട് പറ്റും. റെറ്റിക്കുലേറ്റ് വീനിയേഷൻ ആണ് കാണുന്നത്. സ്റ്റിപ്യൂൾസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർപീറ്റിയോളാർ, ബിറ്റ്വീൻ പീറ്റിയോൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻട്രാപീറ്റിയോളാർ, പീറ്റിയോളിന്റെയും ആക്സിസിന്റെയും ഇടയിലായിട്ട് സ്റ്റിപ്യൂൾസ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലാൻഡുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമായിട്ടും കാണാനായിട്ട് പറ്റും.
ചില സമയത്ത് സ്റ്റിപ്യൂൾസും പീറ്റിയോളും കൂടി ഒന്നിച്ച് കൂടിച്ചേർന്നിട്ട് ഒരു ഷീത്ത് പോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. മിട്രാകാർപ്പസ് എന്ന് പറയുന്ന പ്ലാന്റിൽ അങ്ങനത്തെ കണ്ടീഷൻ കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റിപ്യൂള് ബ്രിസിൽ ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ ആണ് ഹെഡിയോട്ടിസ്. സ്റ്റിപ്യൂൾസ് ചില സമയത്ത് ലീഫി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റാത്ത, ലീഫിൽ നിന്ന് വേർതിരിച്ച് പറയാൻ പറ്റാത്ത തരം സ്ട്രക്ചേഴ്സോ ആയിട്ടും കാണാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റിപ്യൂൾസ് കാണുന്ന ഒരു ഫാമിലി കൂടിയാണ് റുബിയേസിയെ. ഇൻഫ്ലോറസൻസ് ഒന്നെങ്കിൽ ടെർമിനൽ പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ ആക്സിലറി പൊസിഷനിലായിരിക്കും. സൈമോസ് ആയിരിക്കും ഇൻഫ്ലോറസൻസ് എന്ന് നേരത്തെ പറഞ്ഞു. ഡൈക്കേഷ്യൽ സൈം ആയിരിക്കും അല്ലെങ്കിൽ പാനിക്കിൾഡ് സൈം ആയിരിക്കും. ചില സമയത്ത് ഡൈക്കേഷ്യൽ സൈം കണ്ടൻസ് ചെയ്തിട്ട് ഗ്ലോബോസ് ആയിട്ടുള്ള ഇൻഫ്ലോറസൻസ് പോലെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിന് എക്സാമ്പിൾ ആണ് നിയോലാമാക്കിയ കടമ്പ. അതിന്റെ പിക്ചർ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഫ്ലവർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ആക്ടിനോമോർഫിക് ആയിരിക്കും. റയർ ആയിട്ട് സൈഗോമോർഫിക് ആയിട്ടുള്ള ഫ്ലവേഴ്സും കാണാനായിട്ട് പറ്റും. ബൈലേബിയേറ്റ് ആയിട്ടുള്ള കൊറോള ഒക്കെയുള്ള പ്ലാന്റ്സും ഇതിനകത്തുണ്ട്. മോസ്റ്റ്ലി ഒരു ബൈസെക്ഷൽ ആണ്. കോപ്രോസോമ എന്ന് പറയുന്ന പ്ലാന്റിൽ യൂണിസെക്ഷൽ ആണ്. എപ്പിഗൈനസ് കണ്ടീഷൻ ആണ് കാണുന്നത്. ടെട്ര അല്ലെങ്കിൽ പെന്റാമീറസ് ഫ്ലവേഴ്സ് കാണാനായിട്ട് പറ്റും. സെപ്പൽസ് 4 or 5 ഗ്യാമോസെപ്പൽസ് യുണൈറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ ഗ്യാമോസെപ്പാലസ്. ചിലപ്പോൾ 1 or more സെപ്പൽസ് എൻലാർജ് ചെയ്തിട്ട് പെറ്റലോയിഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അതിന്റെ ഉദ്ദേശം ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ മുസാൻഡ എന്ന് പറയുന്ന പ്ലാന്റിൽ അങ്ങനത്തെ കണ്ടീഷൻ കാണാനായിട്ട് പറ്റും. മുസാൻഡയുടെ ചിത്രം നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ള കളറിൽ എൻലാർജ് ആയിട്ടുള്ള അവസ്ഥയിൽ സെപ്പൽസ് കാണാനായിട്ട് പറ്റും. ഒരു സിംഗിൾ സെപ്പൽ എൻലാർജ് ആയിട്ടുള്ള കണ്ടീഷനിൽ കാണാനായിട്ട് പറ്റും. ഇൻ സർട്ടൻ കേസസ് ഇറ്റ് മേ ബി ഇൻകോൺസ്പിക്വസ് ഓർ എൻറ്റയർലി ആബ്സെന്റ്. ചില സമയത്ത് തീരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആയിട്ടുള്ള അവസ്ഥയോ കാണാനായിട്ട് പറ്റും. മൊറിൻഡ എന്ന് പറയുന്ന പ്ലാന്റിൽ ഒരു ചെറിയൊരു റിങ് പോലത്തെ ഒരു സ്ട്രക്ചർ മാത്രമായിട്ട് കാലിക്സ് കാണാനായിട്ട് പറ്റും. എസ്റ്റിവേഷൻ വാൽവേറ്റ് ആണ് യൂഷ്വലായിട്ട് കാണുന്നത്. കൊറോള 4 or 5 ആയിരിക്കും. ഗാമോ പെറ്റാലസ് ആണ്. പെറ്റൽസ് യുണൈറ്റ് ചെയ്തിട്ട് ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ, ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ഹെഡിയോട്ടിസ് പോലത്തെ പ്ലാന്റ്സിൽ വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, അതുപോലെ റോണ്ടിലീഷ്യ എന്ന് പറയുന്ന പ്ലാന്റിലൊക്കെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഈസ്റ്റിവേഷൻ ഒക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. കൊറോള സംടൈംസ് ബൈലേബിയേറ്റ് വിത്ത് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ, ഈ കണ്ടീഷനും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ്രീഷ്യം 4 or 5, അത് എത്ര കൊറോളയാണോ അതനുസരിച്ചിട്ട്, ഐ മീൻ എത്ര കൊറോള ലോബ്സ് ആണോ അതനുസരിച്ചിട്ടാണ് സ്റ്റേമൻസിന്റെ എണ്ണം കാണാൻ പറ്റുക. എപ്പി പെറ്റാലസ് ആണ്. പെറ്റലിനോട് ഫ്യൂസ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ് സ്റ്റേമൻസ് കാണുന്നത്. ഇൻട്രോസ് ആണ്. ഫ്ലവറിനകത്തേക്ക് ഡിഹൈസ് ചെയ്യുന്ന തരത്തിലുള്ള ആൻതറിന്റെ പൊസിഷൻ ആണ് ഇൻട്രോസ്. ഡൈത്തീക്കസ് ആയിട്ടുള്ള ആൻതേഴ്സ് ആണ്. ഡിഹൈസ് ചെയ്യുന്നത് ലോങ്ങിറ്റ്യൂഡിനൽ ഡെഹിസൻസ് വഴിയാണ്. ഗൈനീഷ്യം കാർപ്പൽസ് 2 അതിൽ കൂടുതലോ കാണാം. പക്ഷെ യൂഷ്വലി ബൈകാർപ്പലറി ആണ്. ബൈകാർപ്പലറി സിൻകാർപ്പസ് കണ്ടീഷൻ കാണാം. ഓവറി യൂഷ്വലി ഇൻഫീരിയർ ആണ്. ഇൻഫീരിയർ ഓവറി ആണ്. പൊങ്കാമിയ എന്ന് പറയുന്ന പ്ലാന്റിൽ സുപ്പീരിയർ ഓവറി കാണുന്നുണ്ട്. നമ്പർ ഓഫ് ലോക്യൂൾസ്, ഓവറിക്കകത്ത് എത്ര ലോക്യൂൾ ഉണ്ടാവും എന്ന് ചോദിക്കഴിഞ്ഞാൽ ജനറലി 2 ആണ്. 2 to many ഉള്ള പ്ലാന്റ്സ് ഉണ്ട്. ഗാർഡീനിയ പോലത്തെ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ഹെമീലിയയിലൊക്കെ 5 celled ആയിട്ടുള്ള ഓവ്യൂൾസ് ഉണ്ട്. It varies. Ovules are 1 to many on axile placentation, general case. And style is single and stigma is bifid. Bifid stigma picture ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്റ്റിഗ്മഡാറ്റം ഇങ്ങനെ രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ബൈഫിഡ് കണ്ടീഷൻ. പോളിനേഷൻ entomophilous insect pollination. ബാറ്റ്സില് നിയോലാമാർക്കയില് ബാറ്റ്സ് ആണ് പോളിനേറ്റ് ചെയ്യുന്നത്. കൈറപ്റ്ററോഫിലി, ചിറപ്റ്ററോഫിലി എന്നൊക്കെ പറയുന്ന ബാറ്റ് പോളിനേഷൻ ആണ് നിയോലാമാർക്കയില് കാണുന്നത്. ഫ്ലവേഴ്സ് ആർ പ്രോട്രാൻഡ്രസ് എന്ന് പറയും. പ്രോട്രാൻഡ്രസ് എന്ന് പറയുമ്പോൾ ആൻഡ്രീഷ്യം ആണ് ആദ്യം മെച്ചർ. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആദ്യം മെച്ചർ ആവുന്നത്. ഫ്രൂട്ട് ക്യാപ്സ്യൂൾ ആണ്. ഹെഡിയോട്ടിസ്, വിട്രകാർപ്പസ് ക്യാപ്സ്യൂൾ ഉണ്ട്. കോഫിയിലൊക്കെ ബെറി ആണ്. മൾട്ടിപ്പിൾ ഫ്രൂട്ട്, മൊറിൻഡ എന്ന് പറഞ്ഞ പ്ലാന്റിൽ മൾട്ടിപ്പിൾ ഫ്രൂട്ട് കാണാനായിട്ട് പറ്റും. ഗ്യാലിയത്തില് ഫ്രൂട്ട് സെപ്പറേറ്റ്സ് ഇൻടു 1 seeded segments. ഇൻഡിസെന്റ് ആയിട്ടുള്ള 1 seeded segments ആയിട്ട് ഫ്രൂട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. സീഡ്സ് എൻഡോസ്പെർമിക് ആണ്. ചില സമയത്ത് വിങ്ഡ് ആയിട്ടുള്ള സീഡ്സും കാണാനായിട്ട് പറ്റും. എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലാന്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കോഫി ഈ റുബിയേസിയ ഫാമിലിയിൽ വരുന്നതാണ്. കോഫി എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം അല്ലെ. മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. സിങ്കോണ ഒഫിഷ്യനാലിസിൽ നിന്നാണ് ക്വിനൈൻ, മലേറിയയെ ട്രീറ്റ് ചെയ്യുന്ന ക്വിനൈൻ എന്ന് പറയുന്ന മെഡിസിൻ ഉണ്ടാക്കുന്നത്.
റൂബിയ കോർഡിഫോളിയ എന്ന് പറയുന്ന പ്ലാന്റും മെഡിസിനലാണ്. അതുപോലെ അതിന്റെ റൂട്ടിൽ നിന്നും സ്റ്റെമ്മിൽ നിന്നൊക്കെ ഡൈ എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. വുഡിനും ഫ്യൂവലിനും ഒക്കെ ആയിട്ടും ഈ ഗ്രൂപ്പിലെ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു. ഫേർണിച്ചർ ഉണ്ടാക്കാൻ, സ്റ്റിക്സിന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സിന്, ബിൽഡിംഗ് മെറ്റീരിയൽസിന് ഒക്കെ ഈ ഫാമിലിയിലെ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓർണമെന്റൽസ് ആയിട്ടും ഉപയോഗിക്കുന്ന ധാരാളം പ്ലാന്റ്സ് ഈ ഗ്രൂപ്പിനകത്തുണ്ട്.